ഇമ്മ ചെറു കാര്യം പറയാണ്ട് ഇക്കൂടെങ്കിലും നിങ്ങളെ മരുവളെ പോയി ഇങ്ങോട്ട് പാർത്ത് വരുമല്ലോ. അപ്പൊ ഞാൻ ആരാണെന്നേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് കൊറേ ഓൾ ഇങ്ങോട്ട് വെലസിന് എന്റെ മുഖത്തേക്കൊന്ന് ചൊവ്വിനെ നോക്കാത്ത ഓളെ ഇപ്പോൾ ഇന്നെ ഭരിക്കാൻ വരികയാണ്. ഇന്നെ ചവിട്ടി താത്താണ്. നിങ്ങളിതൊന്നും കാണുന്നുണ്ടാവില്ല. മകനെ പേടിച്ച് ഒച്ചാനിച്ച് നിൽക്കല്ലേ. അല്ല മരുവോട് പറഞ്ഞാൽ ആരെന്ന വിചാരം? ഭൂലോക രമ്പല്ലേ ഓള്. ഒരു ദിവസം ഓൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, മരിച്ചാലും മറക്കൂല ഞാൻ. ഇതിനൊരു അവസാനം ഞാൻ കണ്ടിട്ട് ഞാൻ അടങ്ങുള്ളൂ. ഞാനും അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് നിൽക്കണ്ട. ഇജൊന്ന് അടങ്ങി നിന്ന എനിക്കിപ്പോ അവിടെയും സമാധാനമല്ല, ഇവിടെ വന്നപ്പോ ഇവിടെയും സമാധാനമല്ല. അല്ല എൻ്റെ ആങ്ങൾ എന്നെ പൊന്നു പോലെ നോക്കണില്ലേ? ഇജ് പറയുന്നതൊന്നും കേൾക്കണില്ലേ? ഇജ് പറയുന്നത് എത്തേലും കേൾക്കാനുണ്ടോ? ഇല്ലല്ലോ. ജോള് പറയണ കേട്ടുങ്ങാണ്ട് ഒന്നും ഇജ്ജ് പതറാൻ നിൽക്കണ്ട. ഇത് അൻ്റെയും കൂടി അവകാശപ്പെട്ട പേരെയാണ്. എനിക്കും എൻ്റെ ആങ്ങളെക്കും തുല്യ അവകാശമാണ്. പിന്നെ ഓക്ക് എന്താ ഇവിടെ അവകാശം ഉള്ളത്? ഇജ്ജേ ഏതായാലും ഉമ്മാൻ്റെ കുട്ടിക്കൊന്നും കേട്ട് ഇടങ്ങാറാകണ്ട. ഓൻ ഏതായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഗൾഫിക്ക് പോകണം അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് കേട്ടെന്നത്. അതിനൊരു തീരുമാനം വരട്ടെ. അതിന് എന്ത് തീരുമാനം വരുന്നേ? പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രയോജനം പ്രയോജനമൊക്കെ ഉണ്ടടി. ഏതായാലും ഉമ്മാന്റെ കുട്ടീൻ്റെ അത്ര വിവരവും വിദ്യാഭ്യാസം അല്ലെങ്കിലും കുറച്ചൊക്കെ അറിവ് കുറച്ച് കൂടുതലുണ്ട്. എൻ്റെ മകനെ ഗൾഫിക്ക് പോയിക്കണമെങ്കിൽ പിന്നെ ഓളാ വക്കാലത്ത് പിടിച്ചുള്ള അതോട് ഓടിക്കും. ഓട് പോയി കഴിഞ്ഞാൽ ഓളെ നമുക്ക് ചേരേനെ മടയിലിട്ട് കുത്തുമ്പോളിട്ട് കുത്താം. അവസാനം സായി വരുമ്പോഴേ എവിടത്തെങ്കിലും ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ കാണാൻ അവളെ അധികാരവും ധൈര്യമൊക്കെ. അതൊക്കെ ഒരു ക്ഷമിക്കുവേ. ഏതായാലും ഇപ്പൊ മനസ്സിന് കുറച്ചൊരു സമാധാനം കിട്ടിക്കണം. എന്നാലും ആ സാധനം ഇവിടെ ഇല്ലാഞ്ഞിട്ടൊരു രസമല്ലല്ലേ. ഈ വക്കണം കൂടാഞ്ഞിട്ടേ ഒരു ഇടനീറ്. പിന്നെ അതുമല്ല പേരൊക്കെ ഉറങ്ങിയ പോലെ ഇരിക്കുന്നു. അല്ല എറണാകുളം തിരിച്ചേ ഇന്നളത്ത് ഇന്നെങ്ങാനും പേടിയോ? പോയപ്പോ 2 ദിവസം എന്നൊക്കെയാ പറഞ്ഞിരിക്കണത്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസം അയക്കണേ. ഓളെ ഇഷ്ടം പോലല്ലേ, ഒക്കെ പിന്നാലെ തുള്ളാനും ആളുണ്ടല്ലോ. ഏതായാലും വരുമ്പോ തന്നെ നല്ലൊരു ഡോസ് കൊടുക്കണം. എന്നാലും ഓളെ കുറച്ചൊന്നും അമരുള്ളൂ, അല്ലെങ്കിൽ ഓളെ കേറി കേറി പോകും. ആ സാധനത്തിനൊന്ന് വിളിച്ചു നോക്കിയെന്നാല്. വിളിച്ചൊന്നും വേണ്ടടി. ഓളിപ്പൊ ഒന്ന് മനസ്സമാധാനത്തിൽ അവിടെ നിൽക്കട്ടെ. ഓന്റെ പോക്ക് ശരിയാക്കണമെങ്കിലേ ഓളെ ഇവിടെ തന്നെ പിടിച്ചേക്കുള്ളതാണ്. അത് ഓർമ്മ വേണം. അത് ശരിയാണ്. എന്നാ പറഞ്ഞ പോലെ കേട്ടോ, ഞാൻ കുറച്ച് വൈകും. തണ്ടലും തിരിയലും കഴിഞ്ഞൊക്കെ എത്തിയോ? അല്ലടി 2 ദിവസം നടന്നു പോയിട്ട് ഇപ്പൊ ദിവസം എത്ര ആയിക്കണത്? എനിക്ക് തോന്നുമ്പോ കയറി ഇറങ്ങുന്ന സ്ഥലമാടി ഇത്. എവിടേക്കടി കേറി പോണത്? നിക്കടി അവിടെ. താത്ത കൈവിടി. വീട്ടിലൊക്കെ ജന്തടി കാട്ട. വീട്ടാണല്ലേ പറഞ്ഞത്? അതെ, ഞാൻ പോയത് എന്റെ സ്വന്തം പേരേക്കാണ്, സ്വന്തം ഇമ്മാനി പനി കാണാന്. അവിടെ ഞാൻ ഒരാഴ്ച 2 ആഴ്ച 1 മാസം 2 മാസം ഒക്കെ പോയി നിൽക്കും. ഇത് ചോദിക്കാൻ താത്താക്ക് എന്താ അവകാശം? സ്വന്തം പെരയിൽ കെട്ടിച്ചു കൊടുത്തിട്ട് അവിടെ നിൽക്കാതെ ഇവിടെ വന്നാണ്ട് ഭരണം നടത്തല്ലേ? അങ്ങനത്തെ ആളോട് ഇതൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യം?
അതെ അധികം ഇവിടെ വാചകം അടിക്കാനൊന്നും നിൽക്കണ്ട. സമയം കളയാതെ വേഗം അടുക്കള കയറാൻ നോക്ക്. പോയപ്പോ തൊട്ടുള്ള പണികളോടെ എഴുതി വെച്ചിരിക്കണം. വേഗം എടുത്ത് ചെയ്ത് തീർക്കാൻ നോക്ക്. ഒരു ഡയലോഗും കൊണ്ട് വന്നിക്കണേ. ചെന്ന് മാറ്റിക്കോ, അടുക്കള കയറാൻ നോക്കണേ. അല്ല, ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇവിടെ വെപ്പും തീരുന്നുണ്ടായിരുന്നില്ലേ? അല്ല, കോലം കണ്ടിട്ട് ചോദിച്ചതാ. താത്ത ഇവിടുന്ന് പോയ പോയൊന്നല്ല, നല്ലോണം മരുന്നിക്കണേ. പാവം. രണ്ടെങ്കിലും കൂടിയിരിക്കുന്നു. എവിടം വരെ പോകുന്നു കാണണം. ഇന്നോട് കളിച്ചാലേ ജയമണക്കില്ല. എന്നാ പോരെ. പഠിച്ചിട്ടാണ് കണ്ണും കാണില്ല. ഇന്ന് വല്ലതും കിട്ടുമോ? അതെങ്ങനെ വല്ലതും പറഞ്ഞാ തലേ കയറി നിരങ്ങല്ലേ, കൊത്തല്ലേ ഉള്ളു. അല്ല, ഇഞ്ഞും കഴിഞ്ഞില്ല എന്റെ പാചകം. ഉണ്ടാക്കണ കണ്ടാക്കി അതിന്റെ രസം കൊണ്ട് തൊള്ളയിൽ കൂടെ ഇറങ്ങുണ്ടാവൂല. ഭക്ഷണത്തിന് അതിലേറെ രസം ഉണ്ടാവും. ഇന്ന് വൈകുന്നേരം ആവുമ്പത്തിനെങ്കിലും കിട്ടുവോ? മനസ്സിൽ പഴിച്ചിട്ട് കുടല് കരിയുന്നുണ്ട്. താത്ത പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തിക്കണത്. വെറുതെ ഇവിടെ കരിഞ്ഞ പണം. അത് താത്താനെ കുടല് കരിഞ്ഞു മണക്കേനില്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതല്ല, ഞാൻ ഇവിടുത്തെ പെരേക്ക് പോയപ്പോ ഇവിടുത്തെ ചട്ടിയും പാത്രം അടുപ്പും വീതിലൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ടെന്നല്ലോ. ഉണ്ടാക്കി തിന്നൂടനോ? ഞാൻ വരുവോളം കാത്തക്കേണ്ട ആവശ്യം ഉണ്ടേനോ? അല്ല പിന്നെ. അതെ, കുറച്ചൊക്കെ രുചിയിൽ തിന്നണമെന്നുണ്ടെങ്കിലേ കുറച്ചൊക്കെ ക്ഷമയൊക്കെ വേണ്ടി വരും. രുചി ഒന്ന് ജിഞ്ഞാ പഠിപ്പിക്കണ്ട. രുചിന്റെ മഹാറാണി. കൂട്ടി തിന്നലത്തെ കാട്ടിന് മനസ്സിന് ജീവൻ കിടക്കണ്ടേ? ഇത് എന്തൊരു തേങ്ങടി കുത്തിക്കാക്കി വെച്ചിക്കണത്? ഇത് കൂട്ടി എങ്ങനെയാടി തിന്നണത്? എങ്ങനെ തിന്നാലും മാണ്ടില്ല. എനിക്ക് എത്രയൊക്കെ തന്നെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അതിന് തിന്നാൻ പറ്റും തിന്നാതി. ഇവിടെ കൊണ്ട് കുടുങ്ങിയല്ലോ അഹങ്കാരി. ഇമ്മ ഇവിടക്കൊന്ന് വരുന്നുണ്ടോ? ഇങ്ങോട്ട് ഞാൻ ആദ്യം പറഞ്ഞിരിക്കണേ, ഈ അടുക്കള പണിയൊന്നും ഇജാതി അലവലാതിനെ കൊണ്ട് എടുപ്പിക്കണ്ടാന്ന്. അല്ല, പുറംപണി കൊടുക്കാൻ നല്ലത്. അതാവുമ്പോ അതിന്റെ ചിട്ടക്കടത്തിന് എടുത്തോളൂ. എങ്ങനെയാണ് ഈ ചക്ക ജീവിച്ചു പോണത്? ആയുസിന്റെ നീട്ടം തന്നെ. അല്ലെങ്കിൽ ഇതൊക്കെ തിന്ന് എന്നോ മരിച്ചു പോയെന്നോ. എന്താടി കണ്ണു വെച്ച് നോക്കണത്? കേറി പോടി.